ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കി കട്ടപ്പന റൂട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രാമം കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ. അപ്പോൾ അതെ, ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇടുക്കിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നുള്ള പാൽ സൊസൈറ്റിയിൽ നിന്ന് പാലെടുത്തുകൊണ്ട് ഇവിടെ വന്ന് വിവിധ പ്രോഡക്റ്റുകളാക്കി അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി പോകുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഗ്രാമം. അപ്പോൾ ഒരു പക്ഷേ കുറേ ആളുകൾക്കൊക്കെ ഈ ഗ്രാമത്തിൻ്റെ പേര് മനസ്സിലായി. നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഫസ്റ്റിൽ തന്നെ നമ്മുടെ മിൽമയുടെ പ്ലാന്റ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ശരിക്കും ഇതുവഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടയാർ പോകാൻ പറ്റും, വാഴവരയ്ക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ കുറേ ഗ്രാമങ്ങളിലൂടെ പോകാൻ പറ്റും. ദേ ആ കാണുന്ന വഴിയിൽ നിന്ന് ഇടത്തേക്ക് ഇങ്ങനെ കയറിപ്പോയാലാണ് നമ്മൾ ഈ പ്ലാന്റിലേക്ക് ഉള്ളിലേക്ക് എത്തുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും 407 പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് നടത്തി കൂളിംഗ് സിസ്റ്റത്തിലൂടെ കയറ്റിവിട്ട് നേരെ ഇവിടുന്ന് വണ്ടിക്ക് നേരെ എറണാകുളമുള്ള പ്ലാന്റിലേക്കൊക്കെ കൈമാറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മിൽമ എന്ന് പറയുന്നത്. അപ്പം മിൽമയുടെ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും ഇവിടെ ആ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മിൽമ പ്ലാന്റിൻ്റെ ഏറ്റവും അടുത്ത് ഫ്രണ്ടേജ് വരെ നമ്മൾ വന്നു. കട്ടപ്പന ഡയറി, നിർമ്മല സിറ്റി. ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് പെർമിഷൻ വേണ്ടി വരും കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായിരിക്കുന്ന കട്ടപ്പനയിൽ നിന്ന് 7 കിലോമീറ്റർ മാറി നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് മിൽമയുടെ ചില്ലിംഗ് പ്ലാന്റ് ഇരിക്കുന്നത്. 2007 റിനോവേഷൻ നടത്തിയിരിക്കുന്ന ഈ പ്ലാന്റിൽ നിലവിൽ 1,00,000 ലിറ്റർ പാലാണ് പെർ ഡേ പ്രോസസ്സ് ചെയ്യുന്നത്. പാലുൽപ്പന്നങ്ങളായിരിക്കുന്ന ഗീ, തൈര് അങ്ങനെയുള്ള വിവിധ പ്രോഡക്റ്റുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കൊച്ചു ഗ്രാമങ്ങളിൽ നിന്ന് എടുക്കുന്ന പാലുകൾ ഇവിടെ സംഭരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയാണ് നമ്മൾ നിർമ്മല സിറ്റി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മൾ നിർമ്മല സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറേണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ പ്ലസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചായയും കടിയും അതുപോലെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മുമ്പ് കണ്ട ചായക്കടയിലെ ഹാളാണ്. ചേട്ടാ, എത്ര വർഷമായി കട നടത്താൻ തുടങ്ങിയിട്ട്? 25 വർഷമായി. 25 വർഷമായി അല്ലേ. നിർമ്മല സിറ്റി താമസം തുടങ്ങിയിട്ടോ? 75 വന്നത് അല്ലേ. അപ്പം അന്ന് തൊട്ടേ നമുക്ക് കടയായിരുന്നോ? 80 മുതൽ കടയുണ്ട്. 80 മുതൽ. പേര് പറഞ്ഞില്ല കേട്ടോ. എൻ്റെ പേര് തോമസ്. ആളുകൾ വിളിക്കുന്ന എന്തോ ഒരു പേരുണ്ടല്ലോ. കുഞ്ഞേട്ടൻ്റെ കട എന്നാണ്. ഇവിടുത്തെ കാരാണോ? അതെ, ഞങ്ങൾ ഇവിടുത്തെ ആണ്. പേരെന്നാ? എൻ്റെ പേര് നോബിൾ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സജി. അനീഷ് അല്ലേ. എന്താ ഓട്ടോറിക്ഷ ഓടിക്കണോ? എല്ലാവരും നിർമ്മല സിറ്റിക്കാർ തന്നെയാണ്. അപ്പോൾ അതെ, ഇവിടെ ഒരു കുഞ്ഞ് കടയുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കടയാണോ? അതെ അല്ലേ. എന്നൊക്കെ ഉണ്ട്? മുറുക്കാനൊക്കെ ഉണ്ടോ? മുറുക്കാൻ, ബീഡി, സിഗരറ്റ് എല്ലാം ഉണ്ട്. നിർമ്മല സിറ്റിയുടെ പ്രത്യേകത എന്താ ശരിക്കും? ഇവിടെ ഈ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതിന് പേര് മനോഹരമായ എന്തോ അഞ്ചുള്ളി. ഓക്കെ. ചേട്ടാ, പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് കുഞ്ഞുവൻ. നമുക്ക് എത്ര വർഷമായി കട ഇങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട്? അത് കുറച്ചാണ്, 3 മാസം കഴിഞ്ഞു. എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 1961. ഈ നിർമ്മല സിറ്റി എന്ന് പേര് വരാൻ കാരണം എന്നാ? ശരി, നിർമ്മല സിറ്റി എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലബ്ബ് ആദ്യം വേണത്. വേണമെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്ഥലത്തിനൊരു പേര് വേണമല്ലോ എന്നാണ് ആദ്യം കണ്ടത്. ആ കണ്ടപ്പോഴത്തേനും അവർ നിർമ്മല സിറ്റി എന്നൊരു അധ്യാപനാണ് ഇതിന് പേരിട്ട്, ഒരു നിലത്തെഴുത്താശാൻ. നിലത്തെഴുത്താശാൻ. ഓക്കെ. അന്ന് ഇതുപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഇന്ന് അധികം കടയില്ല, അവിടെ മാത്രമേ 2 കടയുണ്ടായിരുന്നു അപ്പുറ സൈഡ്. ഇപ്പം നിലവിൽ ഇഷ്ടംപോലെ കടയായി. ഇഷ്ടംപോലെ കട. അങ്ങനെയാണ് നിർമ്മല സിറ്റി എന്നുള്ള പേര് വരാൻ കാരണം അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അതിന് ഐതിഹ്യം ഒന്നുമില്ല.
ശരി. നമ്മുടെ കട്ടപ്പന എന്ന 7 കിലോമീറ്റർ മാറിയാണ് നിർമ്മല സിറ്റി ഗ്രാമം ഉള്ളത്. അപ്പോൾ അത് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ഈ ആലില്ലേ, ഈ ആലിൻ്റെ ചോട്ടിൽ നിന്ന് ഇടത്തേക്ക് ഇതുവഴി കയറി പോയാൽ നിങ്ങൾക്ക് കല്യാണത്തണ്ട് അഞ്ചുരുളി ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും അവിടം വരെ പോകാം. ഞാൻ എപ്പോൾ കട്ടപ്പനയ്ക്ക് വന്നാലും ചുമ്മാ ഫ്രീ ആയിട്ട് പോയിരുന്ന കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കുഞ്ഞു സ്ഥലവും കൂടെ അങ്ങോട്ട് ഉൾപ്പെടുത്താം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നിർമ്മല സിറ്റിയുടെ ഒരു കാഴ്ച നമുക്കിവിടെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കട്ടപ്പന എറണാകുളം കട്ടപ്പന ഇടുക്കി റൂട്ടിലാണ് ഈ നിർമ്മല സിറ്റി എന്ന് പറയുന്ന കൊച്ചു സ്ഥലം ഉള്ളത് കേട്ടോ. ഇതാണ് ആ കവല. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഒരു 3 കൂടിയ മെയിൻ ജംഗ്ഷൻ. അവിടുന്ന് നമുക്ക് ഒരു ചെറിയ കുരിശുപള്ളി, നമുക്ക് എവിടെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി ഒന്ന് നമുക്ക് ഒതുക്കാം. ആ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ആ കുരിശുപള്ളി കണ്ടില്ലേ, കുരിശുപള്ളിയുടെ സൈഡിലേക്കുള്ള വഴിക്കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഴവരിക്ക് പോകാം. അതുപോലെ ഇരട്ടയാറിന് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഈ കട്ടപ്പന ഇടുക്കി റൂട്ടിലാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ റൂട്ടിൽ കട്ടപ്പന കഴിഞ്ഞാൽ അടുത്തൊരു ഡെസ്റ്റിനേഷൻ വെള്ളയാംകുടിയാണ്. വെള്ളയാംകുടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നിർമ്മല സിറ്റിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കൊച്ചു കവലകളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം അറിയപ്പെടുന്ന സ്ഥലം നിർമ്മല സിറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഇങ്ങോട്ട് ഉള്ളതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കാൽവരി മൗണ്ടിലേക്ക് 8 കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം. നിങ്ങൾ ഇടുക്കി റൂട്ടിലാണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനതാണ്ട് ആ സെൻട്രൽ ജംഗ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വൈകുന്നേരമായ നല്ല അടിപൊളി കടകളും അതുപോലെ ധാരാളം ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ കയറി പോയാൽ മതി നമ്മൾ അഞ്ചുരുളി ടോപ്പ് വ്യൂ കാണുന്ന കല്യാണത്തണ്ടിലേക്ക്. അങ്ങനെ നിർമ്മല സിറ്റി വന്നിട്ട് തൊട്ടു മുകളിലുള്ള കല്യാണത്തണ്ട് ഒരിക്കൽ കൂടി കാണാതെ പോണേ എങ്ങനെയാണല്ലേ. അപ്പോൾ അങ്ങനെ കല്യാണത്തണ്ട് കാണാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. അപ്പം ഞാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററൊക്കെ മാറിയാണ് ഈ കല്യാണത്തണ്ട് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. ശരിക്കും അഞ്ചുരുളി വേറെ സൈഡാണ്. അഞ്ചുരുളിയുടെ ഒരു ടോപ്പ് ഭാഗമാണ് നമ്മൾ ഈ കല്യാണത്തണ്ട് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ വന്നാൽ വൈകുന്നേരത്തെ സൺസെറ്റ് അടിപൊളിയാണ്. നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിലേ നമുക്ക് അവിടെ പോയിട്ട് ആ കാഴ്ചകൾ കൂടി കണ്ട് നമുക്ക് ഇതിലൂടെ തൊട്ട് താഴെയുള്ള മുള്ളരി വഴി ഇല്ല കേട്ടോ. നമ്മൾ ഈ ചെറിയ വഴി കൂടെ ഇനി ഇങ്ങനെ വെട്ടിച്ച് നമ്മൾ കയറി പോകണം. അങ്ങനെ ആ മാജിക് സ്ഥലത്ത് നമ്മൾ ഒരിക്കൽ കൂടി അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജലാശയം കയറി കിടക്കുന്ന ആ മനോഹരമായ സ്ഥലത്തേക്ക്. അഞ്ചുരുളി തുരങ്കത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ നിർമ്മല സിറ്റി എന്ന് പലപ്പോഴും നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും ആ ഒരു കാഴ്ച നിർമ്മല സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കയറി വന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടോ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ജലാശയത്തിൻ്റെ കാഴ്ച. തൊട്ട് താഴെ ആ കാണുന്ന കാട് പോലുള്ള സ്ഥലമല്ലേ, അവിടെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഹഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ആസ്വദിക്കാനും ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ ഹഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന അതിൻ്റെ ബാക്കിൽ കാണുന്ന മലയിലെ ആ മലയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നീലക്കുറിഞ്ഞൊക്കെ ഇങ്ങനെ പൂത്ത് ഒരഞ്ഞു നിന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കൂടെ കാണാത്തവർക്ക് വേണ്ടി ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അവിടുന്ന് നമ്മൾ താഴേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ മനോഹരമായ നമ്മുടെ കാഴ്ചയാണ്. നമ്മുടെ അഞ്ചുരുളി ജലാശയത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ അഞ്ചുരുളി തുരുത്താണ് ആ കാണുന്നത് പോയിന്റ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ നിലവിൽ വെള്ളം കയറി അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു ഇടുക്കി ഡാമിൻ്റെ ഒട്ടുമിക്ക ഏരിയയിലും വെള്ളം കയറി ഇങ്ങനെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു വിശാലമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങേറ്റത്തെ ആ കാണുന്ന മലയിലെ ആ മലയുടെ ബാക്ക് സൈഡിലാണ് നമ്മുടെ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഓഫ് റോഡൊക്കെ നടത്തി ആ പാറപ്പുറത്തൊക്കെ നമുക്ക് പോകാം കേട്ടോ.
നിർമ്മല സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ചെറിയ കവലങ്ങടയുണ്ട്. മുളകരമേട് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ മനോഹരമായ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോണത്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം മുളകരമേടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പള്ളിയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം ഗ്രാമത്തിൻ്റെ. പക്ഷേ ഇന്നിവിടെ പെരുന്നാളിന് എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊടികളൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. അത് ഈ കാണുന്ന കൊച്ചു സ്ഥലമാണ് നമ്മുടെ മുളകരമേട് എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്ന സ്ഥലം. കട്ടപ്പന നിർമ്മല സിറ്റി റൂട്ടിലെ നിർമ്മല സിറ്റിക്ക് സമീപമാണ്. നമ്മുടെ നിർമ്മല സിറ്റിയോട് ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മുളകരമേട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നമ്മൾ നിർമ്മല സിറ്റിയിൽ നിന്ന് ഏകദേശം കട്ടപ്പന റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ ഈ പള്ളിയിലെ പെരുന്നാൾ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് കാരണം തന്നെ കൊടിയൊക്കെ കയറ്റിയിട്ടേക്കണം. അതുപോലെ ചുറ്റുപാടും കൊടികളൊക്കെ ഇങ്ങനെ പാറുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകൾ? നല്ല വെയിലാണ്. മഴ മാറി വെയിൽ വന്നപ്പോൾ നല്ല ചൂടും. അപ്പം നമ്മൾ നിർമ്മല സിറ്റിയിലെ വിശേഷങ്ങളും തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള കല്യാണത്തണ്ട് മലനിരകളുടെ വിശേഷങ്ങളും മുളകരമേട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമൊക്കെ കണ്ട് ഈ വീഡിയോ നമ്മളങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.